അമ്മ ഏയ് എന്താണ് പരിപാടി? കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്, കൊഴുവ വാങ്ങിയിട്ടുണ്ട് അമ്മ. തന്നെ നല്ല കൊഴുവയാണല്ലോ. നല്ല കൊഴുവയാണ്. അപ്പൊ അത് എന്താണെങ്കിലും നമുക്ക് വറ്റിക്കേ വറുക്കേ പുളിവയ്ക്കേ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിട്ടില്ലേ? ആ, നല്ല മീന്, കാഴ്ചക്ക് കുഴപ്പമില്ല. അപ്പൊ നേരാക്കി ഇത്തിരി പാടുപെട്ടാലും എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്താണെങ്കിലും ചെയ്യാം. എന്ത് പണിയിലും വറുക്കുകയാണെങ്കിൽ വറുക്ക, വറ്റിച്ചാലും സൂപ്പറാണ്. പച്ചമീൻ പൊടി വറ്റിച്ച പോലെ ഇരിക്കില്ലേ? അപ്പൊ അത് നേരാക്കുക നമുക്ക്. നേരാക്കുക. എന്നിട്ട് വായിക്കാര്യം നോക്കാം. എന്താണ് മീനൊക്കെ നേരാക്കി കഴിഞ്ഞാ? നേരാക്കി കഴിഞ്ഞു, കുറച്ചന്നെ ഉള്ളൂ. അപ്പൊ അമ്മ ഇന്ന് വറുക്കാണ്. വറുക്കാണ്. കുറച്ച് സാമ്പാറൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഒന്ന് വറുക്കാം. അപ്പൊ അതില് വേറെ ഒന്നും ചേർത്തിട്ടില്ല, സിമ്പിൾ ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പൊ മൊത്തം അതിലിട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് ഒരു ലൈറ്റായി കുറച്ച് അല്ലേ? വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ നീര് ചേർക്കാം. നമുക്ക് വെറും മറ്റേ സിമ്പിൾ ആയിട്ടുള്ള മാരിനേഷൻ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളിയായിരിക്കും. അപ്പൊ അമ്മ സിമ്പിൾ ആയിട്ട് മസാല ഇട്ട് ഇനി വറക്കാലമ്മ. വറക്കാൻ വിശക്കണോ? ചോറിന ഇനി വറക്കാൻ പോണല്ലേ? മീൻ വറക്കട്ടെ മോനെ. അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മീനക്കായില്ലമ്മ. മീനക്കായി എന്റെ മക്കളും വിശന്നിട്ടിരിക്കല്ലേ, ചോറിന്റെ ഫ്രൈ ആയി. ഫ്രൈന്റെ എന്താണ് രസവും സാമ്പാറൊക്കെ ഉണ്ട് കുറച്ച്. അപ്പൊ മീന് വറുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പരിപാടി. നമുക്ക് പാടത്ത് പണിയുള്ളത് കൊണ്ടാണ് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് നേരെ ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള അമ്മന്റെ ഈ കൊഴുപ്പ് മീൻ ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കാലോ. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ എല്ലാവർക്കും കൂടി ബൈ ബൈ.